നമസ്കാരം. ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളിലെയും പ്രധാന വാർത്ത ഇന്നലെ വയനാട് ചൂരൽമല അടക്കമുള്ള ചില സമീപ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ട വാർത്തയാണ്. എല്ലാ വാർത്തകളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത അതുതന്നെയാണ്. പിന്നെ ഒളിമ്പിക്സാണ്. മറ്റു വാർത്തകളൊന്നും അങ്ങനെ പത്രങ്ങളിൽ കാര്യമായ രീതിയിലില്ല. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവരുടെ പല വാർത്തകളാണ് പത്രങ്ങൾ മുഴുവൻ ഉള്ളത്. എന്തായാലും ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് M5 ന്യൂസിൻ്റെ പ്രണാമം. നമുക്ക് വാർത്തകൾ പരിശോധിക്കാം. ഇന്നത്തെ എല്ലാ പത്രങ്ങൾക്കും 2 പ്രധാന പേജുകളുണ്ട്. ആദ്യ പേജിൽ ഒട്ടുമിക്ക പത്രങ്ങളും ഇന്ന് ഉള്ളുപൊട്ടി എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. മാധ്യമം അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ പ്രധാന പേജുകളിൽ തലക്കെട്ട് നൽകിയിട്ടുള്ളത് മാധ്യമവും കേരള കൗമുദിയുമാണ്. മാധ്യമം നൽകിയിരിക്കുന്നത് മണ്ണേ മടങ്ങുക എന്ന തലക്കെട്ടാണ്. മാധ്യമം 123 മരണം നടന്നിട്ടുണ്ട്, 100ഓളം പേരെ കാണാതായി എന്നും തലക്കെട്ട് നൽകുന്നു. അതിൽ വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടി തകർന്ന വീടുകളിലൊന്നിൽ തകരാതെ കിടക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിലുള്ളവരെക്കുറിച്ചും ഈ വീട്ടിലുള്ളവരെക്കുറിച്ചും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യം. അത് ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് മാധ്യമത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന പേജിലേക്ക് വരുമ്പോൾ മരണക്കൈ എന്ന തലക്കെട്ടോടുകൂടി കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ, മുണ്ടക്കൈയും ചൂരൽമലയും ഒലിച്ചുപോയി എന്ന തലക്കെട്ടും വാർത്തയുമാണ് മാധ്യമം പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത്. അതിലൊരു പ്രദേശം മുഴുവനും മണ്ണിനടിയിൽപ്പെട്ടു പോയതിൻ്റെ ചിത്രമുണ്ട്. ചൂരൽമലയിൽ മരണക്കിടക്കയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം പുറത്തെടുക്കുന്ന രക്ഷാപ്രവർത്തകരുടെ ചിത്രമുണ്ട്. ചാലിയാറിൽ കണ്ടെത്തിയത് 32 മൃതദേഹങ്ങളാണ്, 25 ശരീരഭാഗങ്ങളാണ് എന്ന വാർത്തയുമുണ്ട്. ഒപ്പം ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റിയും മുഖ്യമന്ത്രിയുടെ അനുശോചനവുമൊക്കെ വലതുഭാഗത്ത് ചെറുതായി മാധ്യമം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി വയനാട് മഹാദുരന്തം കണ്ണീർനാട് എന്ന തലക്കെട്ടോടുകൂടി ഒരു പ്രദേശം മുഴുവനും മണ്ണിനടിയിൽപ്പെട്ടു പോയതിൻ്റെ ഒരു വലിയ ചിത്രം നൽകിയിട്ടുണ്ട്. കേരള കൗമുദി 135 പേർ മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുന്നു. ഒപ്പം 100ഓളം പേർ മണ്ണിനടിയിൽ, 200-ലേറെ പേരെ രക്ഷപ്പെടുത്തി, 120 പേർക്ക് പരിക്ക്. ചാലിയാർ പുഴയിൽ 32 മൃതദേഹം. ഇന്നും നാളെയും സംസ്ഥാനത്ത് ദുഃഖാചരണം എന്നും വാർത്ത നൽകുന്നു കേരള കൗമുദി. ഈ മരണവിവരങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടു താഴെയായി ചെറിയൊരു ചിത്രത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതും അത് ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിച്ചു എന്നുള്ളതിൻ്റെ ചെറിയ ഒരു രേഖയും നൽകിയിട്ടുണ്ട്. കേരള കൗമുദിക്ക് ഇന്ന് ഒറ്റ പ്രധാന പേജാണുള്ളത്. അതിൽ തന്നെ തലക്കെട്ട് നടുഭാഗത്തായി വരുന്നു. അതിൻ്റെ മുകളിലാണ് ഈ കണ്ണീർനാട് എന്ന തലക്കെട്ടോടുകൂടി ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം പ്രാധാന്യമുള്ള മറ്റു വാർത്തകളും വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. മരണച്ചെളിയിൽ പുതഞ്ഞ സോമന് 2ാം ജന്മം എന്ന തലക്കെട്ടോടുകൂടി മണിക്കൂറുകളോളം ചെളിയിൽ പൂണ്ടുകിടന്ന സോമനെ രക്ഷിച്ച വാർത്തയുണ്ട്. അതിതീവ്ര മഴ, 12 ജില്ലകളിൽ ഇന്ന് അവധി എന്ന വാർത്തയുണ്ട്. ഇങ്ങനെയാണ് കേരള കൗമുദിയുടെ ആദ്യ പേജ്. മാതൃഭൂമിയുടെ ആദ്യ പേജിൽ ഉള്ളുപൊട്ടി എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാന പേജിലേക്ക് വരുമ്പോൾ കണ്ണീർനാട് എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത. കേരള കൗമുദിയുടെ തലക്കെട്ടും കണ്ണീർനാട് എന്ന് തന്നെയായിരുന്നു. മാതൃഭൂമി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ നൽകുന്നു. 32 മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയതും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നുള്ള വാർത്തകളൊക്കെ നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ ഉൾപേജിൽ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പും ദുരന്തം സംഭവിച്ചതിന് ശേഷമുള്ള ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് പച്ചപ്പ് പോലും ശേഷിക്കാതെ ഒരേ ഇടമെന്ന തലക്കെട്ടോടുകൂടി അന്ന് ഇന്ന് എന്ന 2 ഭാഗത്തായി ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുമ്പും ശേഷവും ചൂരൽമലയിലെ വെള്ളാർമല GHSSലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്ന ദൃശ്യഭംഗി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥയും അതിനോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. നാട് നടുങ്ങിയ നാളുകൾ എന്ന തലക്കെട്ടോടുകൂടി ഉള്ളിൽ കേരളത്തിലെ ശ്രദ്ധേയമായ ഉരുൾപൊട്ടലുകളും അതിലുണ്ടായ മരണക്കണക്കുകളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടൊരു ചില ചിത്രങ്ങളും രേഖകളും കാർട്ടൂണോടുകൂടിയൊക്കെയുള്ള ഒരു വിവരങ്ങളും മാതൃഭൂമി നൽകുന്നുണ്ട്. എഡിറ്റോറിയൽ പേജിൽ ഇരുൾ മൂടി എന്ന തലക്കെട്ടോടുകൂടി രക്ഷാപ്രവർത്തനവും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട മറ്റ്
വിവരങ്ങളും എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായി, എന്തായിരുന്നു രക്ഷാമാർഗം എന്നുള്ളതൊക്കെ വിശദമായി വിവരിക്കുന്നുണ്ട്. മലയാള മനോരമയും ആദ്യ പേജിൽ ഉള്ളുപൊട്ടി എന്ന തലക്കെട്ടോടുകൂടിയാണ് ചിത്രങ്ങളൊക്കെ വെച്ച് വാർത്ത കൊടുത്തിട്ടുള്ളത്. ദീപികയിലും ഉള്ളുപൊട്ടി എന്ന് തന്നെയാണ് തലക്കെട്ട്. ദീപിക 126 മരണം എന്ന കണക്കാണ് നൽകുന്നത്. മാതൃഭൂമിയും മലയാള മനോരമയും ഒക്കെ 135ഉം 136ഉം ഒക്കെയാണ് കണക്കുകൾ പറയുന്നത്. കണക്കുകളൊന്നും എവിടെയും വ്യക്തമല്ല. 100-ലേറെ ആളുകളാണ് മരണപ്പെട്ട് പോയിട്ടുള്ളത്. ഇനിയും മരണക്കണക്ക് വർദ്ധിക്കും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ദീപിക ആദ്യ പേജിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നൽകുന്നു. ഒപ്പം വിറങ്ങലിച്ച് എന്ന തലക്കെട്ടോടുകൂടി വിശദ വിവരങ്ങൾ, അതിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുകയും മൃതശരീരങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ദേശാഭിമാനി എന്ന അവരുടെ തലക്കെട്ട് മറ്റൊരു തലത്തിലാണ് നൽകിയിട്ടുള്ളത്. അവിടെയും ഉള്ളുപൊട്ടി എന്ന തലയാണ് തലക്കെട്ട്. 135 മരണമെന്ന കണക്ക് പറയുന്നു. മരണസംഖ്യ ഉയരും, കണ്ണീർമല എന്ന തലക്കെട്ടോടുകൂടി മരണപ്പെട്ടു പോയ ചില ചിത്രങ്ങളും അതുപോലെ തന്നെ ദുരന്തമുഖമായി മാറിയ പ്രദേശങ്ങളും രണ്ടാമത്തെ പ്രധാന പേജിൽ കാണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും ഒപ്പം സുരക്ഷാ മാർഗങ്ങൾ വ്യക്തമാക്കുകയും ആദരാഞ്ജലി അറിയിക്കുകയും ഒക്കെ ചെയ്ത വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇന്ത്യക്ക് 2 വെങ്കലം എന്ന വാർത്തയ്ക്കും ഉൾപേജിൽ ദേശാഭിമാനി പ്രാധാന്യം നൽകുന്നു. ഒപ്പം ട്രാക്കിൽ വെള്ളം കയറിയത് കൊണ്ട് ട്രെയിനുകൾ റദ്ദാക്കിയ വിവരവും ദേശാഭിമാനി പങ്കുവയ്ക്കുന്നുണ്ട്. ജന്മഭൂമിയും ഉള്ളുപൊട്ടി എന്ന് തന്നെയാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. പക്ഷേ 125 മരണങ്ങൾ എന്ന കണക്കാണ് ജന്മഭൂമി പറയുന്നത്. ജന്മഭൂമിയുടെ രണ്ടാമത്തെ പ്രധാന പേജിൽ കണ്ണീർ മഴ എന്ന തലക്കെട്ടോടുകൂടി ദുരന്തമുഖത്തെ വിശദവിവരങ്ങൾ പറയുന്നുണ്ട്. ഭാരതത്തിന് 2ാം മെഡൽ എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സിൽ വീണ്ടും ഭാരതത്തിന് വെങ്കലത്തിളക്കം ലഭിച്ച വാർത്ത നൽകുന്നു. അവിടെ ഒളിമ്പിക് ഷൂട്ടിംഗ് മിക്സ്ഡ് ഇനത്തിൽ വെങ്കലം നേടിയ മനു ഭാക്കറും സരബ്ജോത് സിംഗും മെഡലുമായി നിൽക്കുന്ന ചിത്രമുണ്ട്. ഒപ്പം ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി എന്ന വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റു ചില ശ്രദ്ധേയമായ വാർത്തകളും ഒപ്പം കാർട്ടൂണും പരിശോധിക്കാം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ തുടക്കം പുഞ്ചിരിമട്ടത്ത്, ഒറ്റപ്പെട്ട് മുണ്ടക്കൈ, ബാക്കി വെച്ചത് എന്ന തലക്കെട്ടുകളോടുകൂടി മഹാദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെയും രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെട്ടവരുടെയും ഒക്കെ വിശദവിവരങ്ങൾ നൽകുന്നു. ഒപ്പം ബാക്കി വെച്ചത് എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലിന് ശേഷം തകർന്നടിഞ്ഞ ആ ഭൂപ്രദേശത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ, അതിൽ മൃഗങ്ങളുടെ ചിത്രങ്ങൾ, മൃതശരീരങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങൾ, അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രങ്ങളും എല്ലാമുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ കല്ലും മണ്ണും കണ്ണീരും എന്ന തലക്കെട്ടോടുകൂടി നാട്ടുകാരും സേനകളും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രം. സ്പോർട്സ് പേജിൽ മനം നിറച്ച് വീണ്ടും വെങ്കലം എന്ന തലക്കെട്ടോടുകൂടി മിക്സഡ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വെങ്കലം ലഭിച്ച വാർത്ത നൽകുന്നുണ്ട്. ഇന്ത്യക്ക് 2, അയർലൻഡിന് 0 ഹോക്കിയിൽ വീണ്ടും ഇന്ത്യ ടീം കുതിപ്പുണ്ടാക്കിയ വാർത്ത നൽകുന്നു. നെഞ്ചകം പിളർത്തി ഇരുൾ എന്ന തലക്കെട്ടോടുകൂടി ദീപികയിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദവിവരങ്ങൾ കാര്യമായ രീതിയിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം വെങ്കലം നേടിയ വാർത്ത സ്പോർട്സ് പേജിൽ ദീപിക പ്രാധാന്യത്തോടെ നൽകുന്നു. ഹോക്കിയുടെ വാർത്തയ്ക്കും ഇടമുണ്ട്. ഇരുളായി ഉരുൾ എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലിൻ്റെ വിവിധ ദൃശ്യങ്ങളും വിവിധ ലേഖനങ്ങളും വിവിധ വിവരങ്ങളുമൊക്കെ ഉൾപേജിൽ നൽകുന്നു. മലയാള മനോരമ രണ്ടാമത്തെ പ്രധാന പേജിൽ മരണം വിതച്ച ഇരട്ടിപ്പേമാരി എന്ന തലക്കെട്ടോടുകൂടി ദുരന്ത മേഖല 24 മണിക്കൂറിനിടെ 37 സെൻറ്റിമീറ്റർ മഴ ലഭിച്ചു എന്ന പ്രത്യേക വിവരങ്ങൾ നൽകുന്നു. ഒപ്പം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ രേഖാചിത്രങ്ങളോടുകൂടി ഒക്കെ ഉള്ളം പിളർന്ന് 3.5 മണിക്കൂർ ഒരു നാടാകെ അപ്രത്യക്ഷം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത വിശദവിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ചൂരൽമലയിൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, ഏതൊക്കെ പ്രദേശങ്ങൾ നശിച്ചുപോയെന്നത് രേഖാചിത്രമടക്കം നൽകിയാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ ഇന്നത്തെ കാർട്ടൂൺ പരമ്പരയിൽ ഓർക്കാൻ വയ്യല്ലോ എന്ന തലക്കെട്ടോടുകൂടി ആ കാർട്ടൂൺ കഥാപാത്രം തൊഴുതു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. മായും സങ്കടത്തിര എന്ന തലക്കെട്ടോടെ ഷൂട്ടിംഗ് റേഞ്ചിൽ മെഡൽ നേട്ടത്തോടെ മനു ഭാക്കറും സരബ്ജോത് സിംഗും നിൽക്കുന്ന ചിത്രം. കേരളകൗമുദി ചെറിയ കേരളകൗമുദി പിന്നീട് ഉൾപേജുകളിലേക്കൊന്നും അങ്ങനെ വലുതായി ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. പിന്നെ എഡിറ്റോറിയൽ ഭാഗത്തേക്ക് വരുമ്പോൾ മഴക്കലിയിൽ മുണ്ടക്കയം എന്ന തലക്കെട്ടോടുകൂടി മറ്റ് ചില വിശദവിവരങ്ങൾ, ഇതിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടത്, അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. ആശയറ്റ് ഉള്ളുലഞ്ഞ് എന്ന തലക്കെട്ടോടുകൂടി എഡിറ്റോറിയലും മറ്റ് ചിത്രങ്ങളും വിവരങ്ങളുമൊക്കെ നൽകുന്നു. മിക്സഡ് ഷൂട്ടിങ്ങിൽ ഇന്ത്യ
മെഡൽ നേടിയ വാർത്ത. ഒളിമ്പിക്സ് വാർത്തകൾ നൽകുന്നതിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഉയരെടുത്ത് ഉരുൾ എന്ന തലക്കെട്ടോടുകൂടി രേഖാചിത്രങ്ങളൊക്കെ നൽകി ഉരുൾപൊട്ടൽ ഉണ്ടായത് എങ്ങനെയെന്ന് വിശദമായി വിവരിക്കുന്നുണ്ട്. ഒപ്പം പരിക്കേറ്റ ആളെ രക്ഷാപ്രവർത്തന സേന മറുകരക്കിലേക്ക് എത്തിക്കുന്ന ചിത്രമുണ്ട്. ഷൂട്ട് സ്റ്റോറി എന്ന തലക്കെട്ടോടുകൂടി ഷൂട്ടിങ്ങിൽ വെങ്കലം ലഭിച്ച വാർത്തയുണ്ട്. ഹോക്കിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയുടെ അവസാന പേജിൽ ജീവനുകളുടെ കാവലാളുകൾ എന്ന തലക്കെട്ടോടുകൂടി വ്യോമസേനയുടെ കോപ്റ്റർ ദുർഘടം പിടിച്ച തകർന്നടിഞ്ഞ റോഡിൻ്റെ ഭാഗത്ത് അതീവ ശ്രദ്ധയോടെ ഇറക്കുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ നിരവധി പേരെ നിലരക്ഷിച്ചിരുന്നു. ചരിത്രത്തിളക്കം എന്ന തലക്കെട്ടോടുകൂടി ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. എന്തായാലും ഇന്ന് സങ്കടകരമായ വാർത്ത തന്നെയായിരുന്നു പത്രങ്ങളിലെല്ലാം ഉള്ളത്. എത്രയും വേഗം കാണാതായി പോയവരെല്ലാം ജീവനോടുകൂടി തന്നെ കണ്ടെത്തട്ടെ. മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് എല്ലാ തരത്തിലുമുള്ള ധൈര്യം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത ദിവസം മറ്റ് വാർത്തകളുമായി കാണാം. നമസ്കാരം.